വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 460. ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കട്ടെ. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പുരോഗതി ഉറപ്പുവരുത്തുവാൻ സമാധാനാന്തരീക്ഷം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടാവുകയും സമാധാനപരമായ സഹവർത്തിത്വവും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്താൽ ക്രിയാത്മകവും രചനാത്മകവുമായ എല്ലാ മുന്നേറ്റങ്ങളും തടസ്സപ്പെടുകയോ വളർച്ചാവേഗം കുറയുകയോ ആണ് ചെയ്യുക. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നിടത്താണ് സർഗാത്മകമായ വളർച്ചയുണ്ടാവുക. സംഘട്ടനങ്ങളും സംഘർഷവും ഒരിക്കലും പ്രശ്നപരിഹാരമാവില്ല, പകരം അനന്തമായ പ്രശ്നങ്ങളുടെ തുടക്കത്തിനാണ് വഴിയൊരുക്കുക. അതിനാൽ ലോകത്തിന്റെ ഏതു ഭാഗത്തു നടക്കുന്ന സംഘട്ടനങ്ങളും മാനവരാശിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ദുരന്തങ്ങളായി മാറാം. യുദ്ധത്തിന്റെ ശരിതെറ്റുകളും ന്യായീകരണങ്ങളും വിശകലനമാക്കുന്നതിന് പകരം നമ്മെ നേരിട്ട് ബാധിച്ചാലും ഇല്ലെങ്കിലും എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം. ജർമ്മൻ പ്രൊട്ടസ്റ്റന്റ് പുരോഹിതൻ മാർട്ടിൻ നിമോളുടെ വരികൾ ഓർമ്മ വരുന്നു. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല. പിന്നീട് അവർ ജൂതരെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. പിന്നീട് അവർ കത്തോലിക്കരെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കത്തോലിക്കനായിരുന്നില്ല. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും നന്മയും പുരോഗതിയും കാക്ഷിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയെന്നതാണ് കാലം ആവശ്യപ്പെടുന്ന കാവ്യനീതി. സമാധാനപരമായ സഹവർത്തിത്വമാണ് മാനവരാശിയുടെ വളർച്ചയും പുരോഗതിയും ഉറപ്പുവരുത്തുക. സംഘർഷങ്ങളല്ല, സംവാദങ്ങളാണ് പ്രശ്നപരിഹാരത്തിന് അവലംബിക്കേണ്ടത്. സുഹൃത്തും നിലമ്പൂർ അമൽ കോളേജിലെ അറബി വകുപ്പ് മേധാവിയുമായ ഡോക്ടർ അലി ജാഫർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കഥ ഇങ്ങനെയാണ്. ആ വേട്ടക്കാരന്റെ കാലൊച്ച കേട്ടാൽ മൃഗങ്ങളെല്ലാം ഓടിയൊളിക്കും. അയാൾ തോക്കെടുത്താൽ ഏതെങ്കിലും മൃഗം ചത്തുവീഴുമെന്നവർക്കുറപ്പാണ്. എന്നാൽ ഒരു മാൻ മാത്രം അയാളെ പേടിച്ചില്ല. കണ്ണിൽപ്പെടുന്നവയെ മാത്രമേ അയാൾ കൊല്ലുന്നുള്ളൂ എന്നത് മാൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. വേട്ടക്കാരന്റെ പറമ്പിലുള്ള വാഴയോട് മാൻ പറഞ്ഞു, എന്നെ ഒളിപ്പിക്കാൻ സഹായിച്ചാൽ ഞാൻ നിന്റെ ഇലയൊന്നും തിന്നില്ല. വാഴ സമ്മതിച്ചു. ആഴ്ചകളോളം വാഴ തന്റെ ഇലകൾ കൊണ്ട് മാനിനെ മറച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാഴ മാനിനോട് ചോദിച്ചു, നിന്നെ സഹായിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് ഗുണം? മാൻ പറഞ്ഞു, ഞാൻ നിന്നെ ഉപദ്രവിച്ചില്ലല്ലോ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സുരക്ഷിതരല്ലേ. വിശന്നാൽ മാൻ തന്നെ തിന്നുമെന്ന് സംശയിച്ച് അടുത്ത തവണ വേട്ടക്കാരൻ വന്നപ്പോൾ വാഴ ഇലകൾ നിവർത്തി. മാനിനെ കണ്ട അയാൾ അതിനെ വെടിവെച്ചു വീഴ്ത്തി. ഇത്രയും നാൾ ആ മാനിനെ സംരക്ഷിച്ചത് വാഴയാണെന്ന് മനസ്സിലാക്കിയ അയാൾ ഒറ്റവെട്ടിന് വാഴയെയും ഇല്ലാതാക്കി. ഒന്നിനെ മാത്രം ആശ്രയിച്ചും വിശ്വസിച്ചും എക്കാലവും നിലനിൽക്കാനാവില്ല. പരസ്പരം ലഭിക്കുന്ന തണലാണ് എല്ലാ ബന്ധങ്ങളെയും നിലനിർത്തുന്നത്. ആ ശേഷി അവസാനിക്കുകയോ തീരുമാനം മാറുകയോ ചെയ്താൽ ബന്ധങ്ങളിലും ഉലച്ചിലുണ്ടാകും. ഒരാൾ മാത്രം വെയിൽ കൊണ്ടോ മറ്റേയാൾ മാത്രം നേട്ടങ്ങളുണ്ടാക്കിയോ അടുപ്പം നിലനിൽക്കില്ല. സൗഹൃദം തിരഞ്ഞെടുക്കുന്നതിൽ ചില തിരിച്ചറിവുകൾ നിർബന്ധമാണ്. എല്ലാവർക്കും അവനവൻ ഉപകരിക്കുന്ന ആളുകളെയാണ് വേണ്ടത്. ഏത് കെട്ടുറപ്പുള്ള ബന്ധവും എക്കാലവും ഒരുപോലെയാകില്ല. സംശയങ്ങളും താൽപ്പര്യക്കുറവും ഉടലെടുക്കും. തുറന്ന മനസ്സോടെയുള്ള നിരന്തര ഇടപെടൽ മാത്രമാണ് പരിഹാരം. ഒരേ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര ഉറപ്പാക്കുന്നതാണ് സുരക്ഷിതം. പരസ്പരം ചെളിവാരിയെറിയുന്നത് ആത്മാഭിമാനത്തെയും പരസ്പര ബഹുമാനത്തെയും ബാധിക്കും. വ്യക്തിതലത്തിലും സമൂഹതലത്തിലും മാത്രമല്ല, രാജ്യാന്തര തലങ്ങളിലും ഏറെ പ്രസക്തവും പ്രധാനവുമായ സന്ദേശമാണ് ഈ കഥ അടിവരയിടുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.